ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം വിദ്യാഭ്യാസമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാളെ ശ്രീലങ്ക സന്ദർശിക്കും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. 1700 പോയിന്റിലേറെ ഇടിവ് രേഖപ്പെടുത്തി സെൻസെക്സ്. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. യുവതലമുറയുടെ സംഭാവനകൾ കൊണ്ട് മാത്രമേ 2047 വികസിത രാഷ്ട്രമെന്ന ദേശീയ ലക്ഷ്യം കൈവരിക്കാനാകൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ മോഹൻലാൽ സുഖാദിയ സർവകലാശാലയിലെ 32ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിന്റെയും പ്രവർത്തന ശൈലിയുടെയും ഭാഗമാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ഇന്ന് രാജസ്ഥാനിലെത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാളെ ശ്രീലങ്ക സന്ദർശിക്കും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം നയത്തിനും സമുദ്ര സുരക്ഷാ സഹകരണത്തിനുള്ള സാഗർ പദ്ധതിക്കും അനുസൃതമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് ഇന്ന് 10 വർഷം പൂർത്തിയാക്കി. 2014 ഒക്ടോബർ 3 ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി ആദ്യമായി തന്റെ ചിന്തകൾ പങ്കുവച്ചത്. മൻ കി ബാത്തിന്റെ കോടിക്കണക്കിന് ശ്രോതാക്കളാണ് ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 10 साल पहले मन की बात का प्रारंभ 3 अक्टूबर को विजयादशमी के दिन हुआ था। मन की बात की इस लंबी यात्रा के कई ऐसे पड़ाव हैं जिन्हें मैं कभी भूल नहीं सकता। मन की बात के करोड़ों श्रोता हमारी इस यात्रा के ऐसे साथी हैं जिनका मुझे निरंतर सहयोग मिलता रहा। देश के कोने कोने से उन्होंने जानकारियां उपलब्ध कराई। मन की बात के श्रोता ही इस कार्यक्रम के असली सूत्रधार हैं. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 90-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി മറ്റന്നാൾ നടക്കും. പ്രചാരണത്തിന്റെ അവസാന ദിനമായ ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഹരിയാന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം ഈ മാസം 8 നടക്കും. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ഘട്ടങ്ങളിലായി ആകെ 63.88% പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തവണ ജമ്മുകാശ്മീരിൽ സമ്മതിദാന അവകാശം വിനിയോഗിച്ചവരിൽ 64.68% പേർ പുരുഷന്മാരും 63.04% പേർ സ്ത്രീകളുമാണ്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലുമാണ് സ്ഥലം കണ്ടെത്തിയത്. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട 6 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ദുരന്തത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകും. ശിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തൃശൂർ പൂരം വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉദ്യോഗസ്ഥതല വീഴ്ചകൾ അന്വേഷിക്കുന്നതിന് ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്തെ വീഴ്ച പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെയും നിയോഗിച്ചു. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്ക് സഭ ആദരാഞ്ജലി അർപ്പിക്കും. സർക്കാർ കാര്യങ്ങളും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങളുമാണ് ഈ മാസം 18 വരെ നീളുന്ന സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് തുടക്കമായി. 5 വർഷത്തിനുള്ളിൽ മികച്ച 500 കമ്പനികളിൽ 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. pminternship.mco.gov.in എന്ന പോർട്ടൽ വഴി ഈ മാസം 12 മുതൽ 25 വരെ ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം. 12 മാസമായിരിക്കും കാലാവധി. പ്രതിമാസം 5000 രൂപ സ്റ്റൈപ്പൻഡ് കൂടാതെ ഒറ്റത്തവണ ഗ്രാന്റ് 6000 രൂപയും നൽകും. 21നും 24നും ഇടയിൽ പ്രായമുള്ള മുഴുവൻ സമയ ജോലി ചെയ്യാത്തവരും മുഴുവൻ സമയ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടാത്തവരുമായ യുവാക്കൾക്കാണ് അവസരം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയോടനുബന്ധിച്ച് പത്മനാഭപുരത്ത് നിന്നാരംഭിച്ച നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്ന് രാത്രി തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 12 വരെ വിപുലമായ സാംസ്കാരിക സംഗീത പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മൈസൂർ ദസറയോട് കിടപിടിക്കുന്ന ആഘോഷങ്ങൾക്കാണ് നവരാത്രി കാലത്ത് കണ്ണൂർ സാക്ഷിയാവാറുള്ളത്. നഗരത്തിലെ കോവിലുകളിലെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി. മുനീശ്വരൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, ശ്രീകൃഷ്ണൻ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, പിള്ളയാർ കോവിൽ തുടങ്ങിയ കോവിലുകളിലെല്ലാം വിവിധ പരിപാടികളാണ് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുക. സംഗീത നൃത്ത വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിക്കുന്നതും നവരാത്രി കാലത്താണ്. കണ്ണൂർ കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ നഗരത്തിലെ വാണിജ്യ മേഖലയെ കൂടി ഉത്തേജിപ്പിക്കുന്ന വ്യാപാര ഉത്സവം കൂടിയായിരിക്കും. കാണാം ദസറ, കരുതാം ഭൂമിയെ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ സന്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വ്യോമഗതാഗതം പ്രതിസന്ധിയിൽ. ലെബനൻ, ഇസ്രായേൽ, കുവൈത്ത് വിമാനത്താവളങ്ങളിൽ നേരിടുന്ന കാലതാമസത്തെ തുടർന്ന് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട്. ഇറാൻ വ്യോമപരിധി ഒഴിവാക്കാൻ യൂറോപ്യൻ ഏവിയേഷൻ ഏജൻസി എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം ഇസ്രായേലുമായി യുദ്ധത്തിന് താൽപര്യമില്ലെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്ന് മറുപടി നൽകാനാണ് ഉദ്ദേശിച്ചതെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്കിയാൻ വ്യക്തമാക്കി. ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് അഭയസ്ഥാനം നഷ്ടമായവരുടെ എണ്ണം 1.2 ദശലക്ഷമായി ഉയർന്നു. ഇവരിൽ ഭൂരിഭാഗവും മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറുകയോ പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ അഭയം കണ്ടെത്തുകയോ ചെയ്തതായി ലെബനനിലെ ദുരന്ത നിവാരണ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നിരവധി പേർ സിറിയയിലും അഭയം നേടിയിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബെയ്റൂട്ടിലും പ്രാന്തപ്രദേശങ്ങളിലും ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം കനത്ത സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾ വിദേശകാര്യ മന്ത്രാലയവും നോർക്ക റൂട്ട്സും നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിഷേധാർഹമായ നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1769 പോയിന്റ് നഷ്ടത്തിൽ 82,497ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 547 പോയിന്റ് ഇടിഞ്ഞ് 25,250ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 മാസത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്കാണ് ഇന്ന് ഓഹരി വിപണികൾ സാക്ഷ്യം വഹിച്ചത്. സ്വർണ്ണവിലയിൽ നേരിയ വർധന. പവന് 80 രൂപ കൂടി 56,880 രൂപയാണ് ഇന്നത്തെ വില. ഷാർജയിൽ നടക്കുന്ന ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ 16 റൺസിന് പരാജയപ്പെടുത്തി. ബംഗ്ലാദേശ് ഉയർത്തിയ 119 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന സ്കോട്ട്ലൻഡിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺ എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അതേസമയം പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. നാളെ ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC മത്സരം പുരോഗമിക്കുന്നു. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം വിദ്യാഭ്യാസമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ നാളെ ശ്രീലങ്ക സന്ദർശിക്കും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് മാതൃകാ ടൌൺഷിപ്പ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. 1700 പോയിന്റിലേറെ ഇടിവ് രേഖപ്പെടുത്തി സെൻസെക്സ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.